നമസ്കാരം. ഇന്ന് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1000 വർഷത്തിലധികം പഴക്കമുള്ള പൂർണ്ണമായും ഈ മഹാവിസ്മയം രാജരാജ ചോളൻ ഒന്നാമൻ്റെ കാലത്താണ് നിർമ്മിക്കപ്പെടുന്നത്. ഭാരതീയ വാസ്തുവിദ്യയുടെ കൊടുമുടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നിർമ്മിതി. ഇന്ന് ലോകമെമ്പാടുമുള്ള വലിയ എഞ്ചിനീയർമാരെ പോലും അതിശയിപ്പിക്കുന്ന കെട്ടിട നിർമ്മാണ ശൈലി. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ തലയുയർത്തി നിൽക്കുന്ന തഞ്ചാവൂർ ക്ഷേത്രം, ബൃഹദീശ്വര ക്ഷേത്രം, AD 1010 അതായത് ഏകദേശം 1016 വർഷങ്ങൾക്ക് മുമ്പ് ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ശിവഭഗവാൻ ബൃഹദീശ്വരനായി, അതായത് പ്രപഞ്ചത്തിൻ്റെ വലിയ നാഥനായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒന്നാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ ആധുനിക ശാസ്ത്രത്തിന് ഇന്നും അഴിക്കാനാവാത്ത ചില കൺകെട്ടു വിദ്യകളും ശാസ്ത്ര രഹസ്യങ്ങളും ഉണ്ട്. ഈ അത്ഭുത ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ എങ്ങും ഒരു കരിങ്കൽ മട പോലും കാണാനില്ല. എന്നിട്ടും ലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള കരിങ്കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ കൂറ്റൻ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ കൂറ്റൻ കൊൽപ്പായമാണ്. ഒരൊറ്റ കരിങ്കല്ലിൽ തീർത്ത ടൺ കണക്കിന് ഭാരമുള്ള ആ കല്ല് അത്രയും ഉയരത്തിൽ അവർ എങ്ങനെ എത്തിച്ചു? എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നോക്കുമ്പോൾ ഏതൊരു എഞ്ചിനീയറെയും ആദ്യം അത്ഭുതപ്പെടുത്തുന്നത് ഇതിനായി ഉപയോഗിച്ച കരിങ്കല്ലുകളുടെ അളവ് തന്നെയാണ്. ഏകദേശം 1,30,000 ടൺസ് കരിങ്കല്ലുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലെ യഥാർത്ഥ അത്ഭുതം എന്താണെന്നറിയാമോ? തഞ്ചാവൂരിന് ചുറ്റുമുള്ള 100 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും ഒരു കരിങ്കൽ മലയോ മടയോ ഇല്ല എന്നുള്ളതാണ്. പൂർണ്ണമായും സമതലമായ ഒരു പ്രദേശമാണ് ഇത്. അങ്ങനെയെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുൻപ് വണ്ടികളോ ക്രെയിനുകളോ ഇല്ലാതിരുന്ന ആ കാലത്ത് ഇത്രയും ഭീമാകാരമായ തൂണുകളും കല്ലുകളും എവിടെ നിന്ന് എങ്ങനെ ഇവിടെ എത്തിച്ചുവെന്നത് ഇന്നും വലിയൊരു ചോദ്യചിഹ്നമാണ്. ചരിത്രകാരന്മാർ പറയുന്നത് ഭാരമേറിയ ഈ കല്ലുകൾ എത്തിക്കാൻ 5000-ലധികം ആനകളെ ചോള രാജാവ് ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇനി ഇതിലും വലിയ മറ്റൊരു അത്ഭുതമുണ്ട്. ഈ ക്ഷേത്രം നിർമ്മിക്കാൻ സിമൻറ്റോ മണ്ണോ കുമ്മായമോ അല്ലെങ്കിൽ കല്ലുകളെ തമ്മിൽ ഒട്ടിച്ചു നിർത്താൻ യാതൊരുവിധ മിശ്രിതങ്ങളോ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. ഇന്റർലോക്കിംഗ് സിസ്റ്റം എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചോളശില്പികൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരു കല്ലിൻ്റെ കുഴിയിലേക്ക് മറ്റൊരു കല്ലിൻ്റെ മുഴപ്പ് കൃത്യമായി ഇറക്കി വെച്ച് ലോക്ക് ചെയ്യുന്ന രീതി. നൂറ്റാണ്ടുകളായി ഈ പ്രദേശം ഒട്ടനവധി ഭൂകമ്പങ്ങൾക്കും കൊടുങ്കാറ്റുകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതുകൊണ്ട് ഭൂമി കുലുങ്ങുമ്പോൾ ഈ കല്ലുകൾ പരസ്പരം താങ്ങി നിർത്തുകയും ക്ഷേത്രത്തിന് ഒരു ചെറിയ ഇളക്കം പോലും തട്ടാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആധുനിക എഞ്ചിനീയേഴ്സിനെ പോലും ലജ്ജിപ്പിക്കുന്നതാണ് ഇത്. 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ പൂർവികന്മാരുടെ ബുദ്ധി. ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ വിസ്മയം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലാണ്. ഈ ഗോപുരത്തിന് മുകളിലായി സ്വർണ്ണകലശം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വലിയ കൽക്കൂമ്പാരം കാണാം. ഇതിനെ കുംഭം അല്ലെങ്കിൽ വിമാനം എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു അലങ്കാരം മാത്രമല്ല, ഒരൊറ്റ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഈ കൂറ്റൻ ശില്പത്തിൻ്റെ ഭാരം എത്രയാണെന്ന് അറിയാമോ? ഏകദേശം 80 ടൺ, അതായത് 80,000 കിലോഗ്രാം ഭാരമുണ്ട് ഈ ഒരൊറ്റ കല്ലിന്. 216 അടി ഉയരമുള്ള കുത്തനെ നിൽക്കുന്ന ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് യാതൊരു ആധുനിക സംവിധാനങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് 1000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭീമാകാരമായ കല്ല് അവർ എങ്ങനെ എത്തിച്ചു?
ഇതാണ് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാരെയും എഞ്ചിനീയർമാരെയും ഇന്നും അമ്പരപ്പിക്കുന്നത്. പലരും കരുതിയത് ഇത് ഏതോ മാന്ത്രിക വ്യക്തിയോ അല്ലെങ്കിൽ അമാനുഷിക ശക്തിയോ ഉപയോഗിച്ച് ചെയ്തതാണെന്നാണ്. എന്നാൽ ഇതിനു പിന്നിൽ ചോഴ രാജശില്പികൾ ഉപയോഗിച്ചത് അസാധ്യമായ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ബുദ്ധിയാണ്. ഈ 80 ടൺ ഭാരമുള്ള കല്ല് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള സാരപ്പള്ളം എന്ന ഗ്രാമത്തിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് മണ്ണും മരവും ഉപയോഗിച്ച് അവർ ഒരു വലിയ ചരിവുപാത റാമ്പ് നിർമ്മിച്ചു. ഈ വലിയ ചരിവിലൂടെ ആയിരക്കണക്കിന് ആനകളുടെയും തൊഴിലാളികളുടെയും സഹായത്തോടെ കല്ല് പതുക്കെ ഉരുട്ടിയാണ് അവർ 216 അടി ഉയരത്തിൽ എത്തിച്ചത്. കല്ല് മുകളിൽ കൃത്യമായി സ്ഥാപിച്ചതിന് ശേഷം ഈ 6 കിലോമീറ്റർ നീളമുള്ള മൺപാത അവർ പൂർണ്ണമായി നീക്കം ചെയ്യുകയും ചെയ്തു. കേൾക്കുമ്പോൾ ലളിതമായി തോന്നാമെങ്കിലും ഇതിനായി അവർ ചെയ്ത പ്ലാനിങ്ങും കണക്കുകൂട്ടലുകളും ആധുനിക എഞ്ചിനീയർമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഇവിടുത്തെ ചുവരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ ഉൾച്ചുവരുകളിൽ ചോഴ രാജാക്കന്മാരുടെ കാലത്ത് വരച്ചു ചേർത്ത അതീവ മനോഹരമായ ചുവർച്ചിത്രങ്ങൾ ഫ്രെസ്കേസ് കാണാൻ സാധിക്കും. പ്രകൃതിദത്തമായ ഇലകളും വേരുകളും കല്ലുകളും അരച്ചെടുത്ത ചായക്കുട്ടുകൾ ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൻ്റെ നിറം ഒട്ടും മങ്ങാതെ ഇന്നും ജീവസുറ്റുള്ളതായി നിലകൊള്ളുന്നത്. ഇനി ഇതിനേക്കാൾ വലിയൊരു ചോദ്യം ശാസ്ത്രജ്ഞർ ചോദിക്കുന്നത് ഇതിൻ്റെ കല്ലുകളുടെ ഫിനിഷിങ്ങിനെ കുറിച്ചാണ്. കരിങ്കല്ലുകളിൽ വെച്ച് ഏറ്റവും കട്ടിയേറിയ ഗ്രാനൈറ്റ് കല്ലുകളാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ കല്ലുകൾ മുറിക്കാനും പോളിഷ് ചെയ്യാനും വജ്രം പതിപ്പിച്ച അത്യാധുനിക മെഷീനുകൾ ഉണ്ട്, ഡയമണ്ട് ടിപ്ഡ് ടൂൾസ്. എന്നാൽ 1000 വർഷങ്ങൾക്ക് മുൻപ് ഇരുമ്പിൻ്റെ ഉളിയിലും ചുറ്റികയും മാത്രം ഉണ്ടായിരുന്ന ആ കാലത്ത് ചോള ശില്പികൾ എങ്ങനെയാണ് ഇത്രയും കട്ടിയുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ കൃത്യമായ അളവിൽ മുറിച്ചെടുത്തത്? എങ്ങനെയാണ് അവ കണ്ണാടി പോലെ തിളങ്ങുന്ന രീതിയിൽ പോളിഷ് ചെയ്തെടുത്തത്? ഇതിന് ഉത്തരം നൽകാൻ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിന് പോലും കൃത്യമായി സാധിക്കുന്നില്ല. നമ്മുടെ പൂർവികരുടെ പക്കൽ കല്ലുകളെ ഉരുക്കാൻ പറ്റുന്ന ഏതോ സസ്യങ്ങളുടെ മിശ്രിതങ്ങൾ ഉണ്ടായിരുന്നു എന്നുവരെ ചില ഗവേഷകർ വിശ്വസിക്കുന്നു. ചുറ്റിലും കരിങ്കൽ മടകൾ ഇല്ലാതിരുന്നിട്ടും ആകാശം മുട്ടുന്ന ഉയരത്തിൽ ലക്ഷക്കണക്കിന് ടൺ കരിങ്കല്ലുകൾ കൊണ്ട് പടുത്തുയർത്തിയ ഈ ഗോപുരം ഭാരതത്തിൻ്റെ എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. പ്ലാനിങ്ങിലൂടെയും ജാമിതീയ കണക്കുകൂട്ടലുകളിലൂടെയും നമ്മുടെ പൂർവികർ തഞ്ചാവൂരിൽ ഈ മഹാ അത്ഭുതം തീർത്തു. സിമൻറ്റോ കുമ്മായമോ ഇല്ലാതെ വെറും കല്ലുകൾ പരസ്പരം ലോക്ക് ചെയ്ത് നിർമ്മിച്ച പെരിയ കോവിൽ ഇന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ നിൽക്കുന്നത് ഭാരതീയ ശില്പികളുടെ അറിവിൻ്റെ തെളിവാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ കരുവൂർ തേവർ എന്ന പ്രശസ്തനായ സിദ്ധൻ്റെ വലിയൊരു ആത്മീയമായ പങ്കുണ്ട്. ശിവലിംഗം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അത് ഉറയ്ക്കാതെ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ആത്മീയ ശക്തിയും പ്രത്യേക ഔഷധക്കൂട്ടുകളും അഷ്ടബന്ധനം ഉപയോഗിച്ചാണ് ലിംഗം ഉറപ്പിച്ചത്. ഇന്നും അദ്ദേഹത്തിൻ്റെ ജീവസമാധി ക്ഷേത്രവളപ്പിലുണ്ട്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവത് സാന്നിധ്യം നേരിട്ട് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിലുമേറെ കൗതുകമുണർത്തുന്നത് ക്ഷേത്രമുറ്റത്ത് കാവൽ നിൽക്കുന്ന കൂറ്റൻ നന്ദി ശില്പമാണ്. 12 അടി ഉയരവും 20 അടി നീളവുമുള്ള ഏകദേശം 25 ടൺ ഭാരമുള്ള ഈ നന്ദി വിഗ്രഹം പൂർണ്ണമായും ഒരൊറ്റ കരിങ്കല്ലിൽ കൊത്തിയെടുത്തതാണ്. ചോളകാലത്തെ ശില്പികളുടെ ക്ഷമയും കഴിവും എത്രമാത്രം അസാധ്യമായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ബൃഹദീശ്വരൻ അഥവാ പെരുവുടയാർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ്. ഏകദേശം 13 അടി ഉയരമുണ്ട് ഈ ലിംഗത്തിന്. കരിങ്കല്ലിൽ തീർത്ത ഈ ഭീമാകാരമായ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലിനുള്ളിൽ അതിശക്തമായ ഒരു കാന്തിക ആത്മീയ ഊർജം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഭക്തരുടെ അനുഭവം. ലക്ഷക്കണക്കിന് മന്ത്രോച്ചാരണങ്ങളും നൂറ്റാണ്ടുകളായുള്ള പൂജകളും വഴി
വഴി ഈ പ്രതിഷ്ഠയിൽ വലിയ തോതിൽ പോസിറ്റീവ് ഊർജം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ മനസ്സിന് അനുഭവപ്പെടുന്ന ശാന്തതയും പ്രത്യേക വൈബ്രേഷനും ഈ ഭഗവത് ശക്തിയുടെ തെളിവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്